രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 1917. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917. 2. ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ 3 1919 മുതൽ 1947 വരെ. ആൻസർ ഓപ്ഷൻ 3 1919 മുതൽ 47 വരെ. 3. അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 1 ഗാന്ധിജി. അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്ന നേതാവ് ഗാന്ധിജിയാണ്. 4. പ്രവാസി ഭാരതീയ ദിവസം എന്നാണ് ആചരിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിവസം എന്നാണ് ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ 4 ജനുവരി 9. പ്രവാസി ഭാരതീയ ദിവസം ജനുവരി 9. 5. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എന്നാണ്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 2 1915 ജനുവരി 9. 1915 ജനുവരി 9. 6. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ 3 അഹമ്മദാബാദ്. സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ്. 7th ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യ സമരം. ആൻസർ ഓപ്ഷൻ 1 ചമ്പാരൻ സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ 1 ചമ്പാരൻ സത്യാഗ്രഹം. 8. ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ 4 ബീഹാർ. ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ബീഹാർ. 9. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ 2 അഹമ്മദാബാദ് തുണിമിൽ സമരം. ആൻസർ ഓപ്ഷൻ 2 അഹമ്മദാബാദ് തുണിമിൽ സമരം. 10. അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ഏതാണ്? അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1918. ആൻസർ ഓപ്ഷൻ 3 1918. 11. ഗേദയിലെ കർഷക സമരം നടന്ന വർഷം. ഗേദയിലെ കർഷക സമരം നടന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ 1 1918. ഗേദയിലെ കർഷക സമരം നടന്ന വർഷം 1918 ആണ്. 12. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകിയ നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 റൗലത്ത് നിയമം. ആൻസർ ഓപ്ഷൻ 4 റൗലത്ത് നിയമം. 13ാമത്തെ ക്വസ്റ്റ്യൻ, റൗലത്ത് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? റൗലത്ത് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഗാന്ധിജി. റൗലത്ത് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. 14. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. 15. റൗലത്ത് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ 1 1919 ഏപ്രിൽ 6. ആൻസർ ഓപ്ഷൻ 1 1919 ഏപ്രിൽ 6.
16 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ 4 പഞ്ചാബ്. പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 17 ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയത്? ആൻസർ ഓപ്ഷൻ 2 സൈഫുദ്ദീൻ കിച്ചലു, ഡോക്ടർ സത്യപാൽ. ആൻസർ ഓപ്ഷൻ 2 സൈഫുദ്ദീൻ കിച്ചലു, ഡോക്ടർ സത്യപാൽ. 18 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ഗാന്ധിജി. കൈസർ ഇ ഹിന്ദ് പദവി തിരികെ നൽകിയ നേതാവ് ഗാന്ധിജി. 19 ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ 3 രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. 20 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ 4 മൈക്കിൾ ഒ ഡയർ. ആൻസർ ഓപ്ഷൻ 4 മൈക്കിൾ ഒ ഡയർ. 21 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലൻ ആരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലൻ. ആൻസർ ഓപ്ഷൻ 2 ഉദ്ധം സിംഗ്. ആൻസർ ഓപ്ഷൻ 2 ഉദ്ധം സിംഗ്. 22 മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ആരാണ്? ആൻസർ ഓപ്ഷൻ 3 ഉദ്ധം സിംഗ്. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരി ഉദ്ധം സിംഗ്. 23 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് എന്നാണ്? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 1 1940 ജൂലൈ 31. ആൻസർ ഓപ്ഷൻ 1 1940 ജൂലൈ 31. 24 എവിടെ വച്ചാണ് ഉദ്ധം സിംഗ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത്? എവിടെ വച്ചാണ് ഉദ്ധം സിംഗ് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത്? ആൻസർ ഓപ്ഷൻ 4 ഇംഗ്ലണ്ടിൽ വെച്ച്. ആൻസർ ഓപ്ഷൻ 4 ഇംഗ്ലണ്ടിൽ വെച്ച്. 25 ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ആൻസർ ഓപ്ഷൻ 2 ഖലീഫ. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി ഖലീഫയാണ്. 26 ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഖലീഫയുടെ അധികാരങ്ങൾ ബ്രിട്ടൻ പരിമിതപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 ഖിലാഫത്ത് പ്രസ്ഥാനം. ആൻസർ ഓപ്ഷൻ 3 ഖിലാഫത്ത് പ്രസ്ഥാനം. 27 ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരാണ്? ആൻസർ ഓപ്ഷൻ 1 മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. ആൻസർ ഓപ്ഷൻ 1 മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. 28 അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ്. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ 4 ഗാന്ധിജി. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജി. 29 ഇന്ത്യയിലുടനീളം അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് എന്നാണ്? ഇന്ത്യയിലുടനീളം അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ 2 1919 ഒക്ടോബർ 17. ആൻസർ ഓപ്ഷൻ 2 1919 ഒക്ടോബർ 17. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ബഹുജന സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ 3 നിസ്സഹകരണ സമരം. ആൻസർ ഓപ്ഷൻ 3 നിസ്സഹകരണ സമരം. താങ്ക് യു.